നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 30 വ്യാഴാഴ്ചയാണ്. തുലാം 13. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഹെഡ്ലൈൻസ്. എതിർപ്പ് അവഗണിച്ച് കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട്. നവംബർ 4 തന്നെ കേരളത്തിൽ SIR നടപടികൾ ആരംഭിക്കും. SIRനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖവിലേക്കെടുത്തില്ല. തുടർ നടപടികൾ ആലോചിക്കാൻ നവംബർ 5 സർവകക്ഷി യോഗം വിളിക്കാൻ സംസ്ഥാന സർക്കാർ. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം പരിശോധിക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ നടപടികൾ വൈകും. ആദ്യ നടപടി ഉപസമിതി യോഗം ചേർന്ന് പ്രവർത്തന ഷെഡ്യൂൾ തയ്യാറാക്കൽ. നടപടികൾ ആരംഭിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്ക് ശേഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ മുസഫർപൂർ, ചപ്ര റാലികളിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി ബീഹാറിലെത്തുന്നത് ഇത് 2ാം തവണ. NDA പ്രകടന പത്രികയും പുറത്തിറക്കിയേക്കും. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രചാരണം ശക്തമാക്കി മഹാസഖ്യം. ഇന്ന് നളന്ദയിലെയും ഷെയ്ഖ്പുരയിലെയും പ്രചാരണ പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കും. SIR വോട്ടുകൊള്ള ആരോപണങ്ങൾ ഉയർത്തി പ്രചാരണം. പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രചാരണത്തിനെത്തും. തിരുവനന്തപുരം കല്ലിയൂരിൽ അമ്മയെ യുവാവ് കഴുത്തറുത്തു കൊന്നു. കൊല്ലപ്പെട്ടത് കല്ലിയൂർ സ്വദേശി വിജയകുമാരി. മകൻ അജയകുമാർ കസ്റ്റഡിയിൽ. ₹1000 ഓണറേറിയം വർധന പ്രഖ്യാപിച്ചെങ്കിലും അയയാതെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അടിയന്തര സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപകൽ സമരം തുടരും. സംസ്ഥാന കമ്മിറ്റി യോഗത്തിനു ശേഷം പുതിയ സമര രീതികൾ തീരുമാനിക്കും. ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ വിചാരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഹൈക്കോടതി. നടപടികൾ വൈകിക്കരുതെന്ന് വിചാരണ കോടതിക്ക് നിർദ്ദേശം. വിചാരണ പൂർത്തിയാക്കാനുള്ള സമയം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് കോടതി തേടി. സംഘർഷത്തെ തുടർന്നടച്ച താമരശ്ശേരി ഫ്രഷ് കട്ട് യൂണിറ്റ് തുറന്നു പ്രവർത്തിക്കുമോ എന്ന കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ശുചിത്വ മിഷന്റെയും റിപ്പോർട്ട് ഫ്രഷ് കട്ടിന് അനുകൂലം. നിരപരാധികളായ പ്രദേശവാസികൾക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് സർവകക്ഷി യോഗത്തിൽ പോലീസിന്റെ ഉറപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി. ഷെയ്ൻ നിഗം നായകനായ ഹാൽ സിനിമയുടെ വിധി ഇന്നറിയാം. സെൻസർ ബോർഡ് സിനിമയിൽ അനധികൃതമായി കൈകടത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് അണിയറ പ്രവർത്തകർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. സെൻസർ ബോർഡ് നിർദ്ദേശം നൽകിയത് ധ്വജപ്രണാമം, സംഘം കാവലുണ്ട് തുടങ്ങിയ വാക്കുകൾ ഒഴിവാക്കണമെന്ന്. എലപ്പുള്ളി ഒയാസിസ് മദ്യ കമ്പനിക്ക് വെള്ളം നൽകാൻ പുതുശ്ശേരി പഞ്ചായത്ത് അനുമതി നൽകിയതിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. ഇന്ന് പഞ്ചായത്ത് ഉപരോധം. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്യും. ജനകീയ പ്രതിഷേധത്തോടൊപ്പം നിയമ നടപടിയും ശക്തമാക്കാൻ കോൺഗ്രസ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചികമാസ ഏകാദശി ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് JK മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ച്. സുപ്രീം കോടതിയെ സമീപിച്ചത് പുഴക്കര ചേന്നാസ്മനയിലെ അംഗങ്ങൾ. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. വയനാട് അമ്പലവയലിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് 2 പേർ മരിച്ചു. മരിച്ചത് കോലമ്പറ്റ സ്വദേശികളായ സുധീഷ്, സുരേഷ് എന്നിവർ. അപകടം ഇന്നലെ രാത്രി 10 മണിയോടെ. ബേപ്പൂർ മുരളീധര പണിക്കരുടെ 100ാമത് പുസ്തകം പ്രകാശനം ചെയ്തു. ബേപ്പൂരിന്റെ ഇതിഹാസം, ഉരുവും ഖലാസികളും പുസ്തകത്തിന്റെ പ്രകാശന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. സാഹിത്യകാരൻ UK കുമാരൻ 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ബേപ്പൂരിലെ ഒരു നിർമ്മാണ ഖലാസി മൂപ്പന്മാരായ ഇടത്തൊടി സത്യൻ, അബ്ദുറഹിമാൻ എന്നിവരെ ആദരിച്ചു. മണ്ണാർക്കാട് നടമാളിക ഉദയമാർഗം റോഡ് നാടിന് സമർപ്പിച്ചു. റോഡ് ഉദ്ഘാടനം ചെയ്ത് നഗരസഭാ ചെയർമാൻ മുഹമ്മദ് ബഷീർ. അധ്യക്ഷത വഹിച്ച K. ബാലകൃഷ്ണൻ. മണ്ണാർക്കാട് നഗരസഭ റോഡ് നിർമ്മിച്ചത് 22.5 ലക്ഷം രൂപ ചെലവിൽ. പാലക്കാട് തൃത്താല വെള്ളിയാങ്കല്ലിൽ കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി. പാമ്പിനെ കണ്ടെത്തിയത് പനങ്ങാട്ടുതൊടി ബാവയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ നിന്ന്. അനിമൽ റെസ്ക്യൂവർ കൈപ്പുറം അബ്ബാസ് എത്തി പാമ്പിനെ പിടികൂടി. നിംസ് മെഡിസിറ്റിയുമായി ചേർന്ന് സൗജന്യ കൗൺസിലിംഗ് സെന്റർ ആരംഭിച്ച് അഭിജിത്ത് ഫൗണ്ടേഷൻ. സെന്റർ ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൗൺസിലിംഗ് സെന്റർ പ്രവർത്തിക്കുക തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ നിംസ് മൈക്രോ ഹോസ്പിറ്റലിൽ.
റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ബഹുമതിയായ മെഡൽ ഓഫ് കോപ്പറേഷൻ ഓണററി കോൺസുൽ രതീഷ് സി നായർക്ക് പുരസ്കാരം സമ്മാനിച്ചത് മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഈഗർ കപീരിൻ. ഇന്ത്യ റഷ്യ ബന്ധം ദൃഢമാക്കുന്നതിൽ രതീഷ് സി നായരുടെ സംഭാവന മികവുറ്റതെന്ന് ഈഗർ കപീരിൻ. റഷ്യൻ സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ കൂടിയായ രതീഷ് സി നായർ റഷ്യയുടെ ഓണററി കോൺസുലാകുന്നത് 2008-ൽ. CSI ദക്ഷിണ കേരള മഹാ ഇടവക 2024-27 വാർഷിക തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ടി പ്രവീൺ നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് ജയം. തെരഞ്ഞെടുക്കപ്പെട്ടത് 3-2 ഭൂരിപക്ഷത്തിൽ. തെരഞ്ഞെടുപ്പ് നടന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പൂർണ്ണ പോലീസ് സംരക്ഷണത്തിൽ. കാസർഗോഡ് ജില്ലയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ വിശദീകരിക്കാനുള്ള യോഗം ഇന്ന്. യോഗം രാവിലെ 10:30 ജില്ലാ കളക്ടറുടെ ചേംബറിൽ. എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ. ഏകദിന ശില്പശാല സംഘടിപ്പിച്ച് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ കമ്മിറ്റി. ശില്പശാല നമുക്ക് പറയാം എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK. കോഴിക്കോട് നല്ലളത്ത് പൊതുസ്ഥലത്ത് ശുചിമുറി മാലിന്യം തള്ളിയവർ പിടിയിൽ. കസ്റ്റഡിയിലായത് നടക്കാവ് സ്വദേശി ശരത്ത്, തമിഴ്നാട് സ്വദേശി രാമചന്ദ്രൻ എന്നിവർ. വാഹനവും പോലീസ് പിടിച്ചെടുത്തു. പാലക്കാട് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. മരിച്ചത് അമ്പാഴക്കോട് മണിയങ്കോടൻ ഖദീജയുടെ മകൻ ഷാനൂബ്. അന്ത്യം മണ്ണാർക്കാട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. തിരുവനന്തപുരം മംഗലപുരത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 17 കിലോ ചന്ദനത്തടികൾ പിടികൂടി. 3 പേരെ അറസ്റ്റ് ചെയ്ത് വനം വകുപ്പ്. പിടിയിലായത് മംഗലപുരം സ്വദേശി ഷൈൻ, ചെമ്പൂർ സ്വദേശി ജയകൃഷ്ണൻ, സുഹൃത്ത് അജയ് മോഹൻ എന്നിവർ. സെപ്റ്റിക് ടാങ്കിൽ വീണ പശുവിനെ രക്ഷിച്ച് വിഴിഞ്ഞം ഫയർഫോഴ്സ്. 10 അടിയോളം താഴ്ചയുള്ള സെപ്റ്റിക് ടാങ്കിൽ വീണത് പാച്ചല്ലൂർ സ്വദേശി ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള പശു. പശുവിനെ പുറത്തെത്തിച്ചത് JCBയുടെ സഹായത്തിൽ. കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ പുതിയ അക്കാഡമിക് ബ്ലോക്കിന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് തറക്കല്ലിടും. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം PMJVK പദ്ധതിയിൽ ഉൾപ്പെടുത്തി 52.68 കോടി രൂപയാണ് പുതിയ അക്കാഡമിക് ബ്ലോക്ക് നിർമ്മാണത്തിന് അനുവദിച്ചത്. മഴ കനത്തതോടെ തിരുവനന്തപുരത്തെ മലയോര മേഖലയിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമെന്ന് പരാതി. അടിക്കടി വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് വിതുര, തൊളിക്കോട് പഞ്ചായത്തുകളിൽ. വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലും ബോണക്കാടും വൈദ്യുതി മുടക്കം പതിവെന്ന് നാട്ടുകാർ. കൊല്ലം ദേശീയപാത 66 വികസനത്തിന്റെ കാവനാട് കമ്പാട്ടുകോണം റീച്ചിൽ 3 മാസത്തിനകം ടോൾ പിരിവ് ആരംഭിക്കാൻ സാധ്യത. നടപടികൾ NHAI ആരംഭിച്ചേക്കും. പത്തനംതിട്ട ജില്ലാതല പട്ടയമേളയുടെ ഉദ്ഘാടനം നാളെ രാവിലെ റവന്യൂ മന്ത്രി K രാജൻ നിർവഹിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. തിരുവല്ല, ആറന്മുള, കോന്നി, അടൂർ മണ്ഡലങ്ങളിലെ 35 കുടുംബങ്ങൾക്ക് പട്ടയം നൽകും. മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ കൂൺഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് കൃഷിമന്ത്രി P പ്രസാദ്. ഏറ്റവും ലാഭകരമായി കേരളത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ് കൂൺ കൃഷിയെന്ന് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു. കോട്ടയം ചിങ്ങവനം മുതൽ ചോറ്റാനിക്കര വരെയുള്ള റെയിൽപാതയിൽ വരുന്ന റെയിൽ ക്രോസുകളുടെ സമീപപാത നവീകരിക്കുന്നതിന് 60 ലക്ഷം രൂപ അനുവദിച്ചെന്ന് ഫ്രാൻസിസ് ജോർജ് MP. റെയിൽവേ അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ചത്. അറ്റകുറ്റപ്പണി നടക്കാത്തതിനാൽ റോഡ് തകർന്ന നിലയിലായിരുന്നു. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവം ആറാട്ടിനോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ ഓഫീസുകൾക്ക് അവധിയായിരിക്കും. പത്തനംതിട്ടയിൽ ഹരിതകർമ്മസേനയിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും താമസിക്കുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് അപേക്ഷ നൽകാം. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയുന്നവരായിരിക്കണം. നാഷണൽ ആയുഷ് മിഷൻ കേരള ജൂനിയർ കൺസൾട്ടന്റ് എഞ്ചിനീയർ തസ്തികയിൽ ഒഴിവ്. അഭിമുഖം നവംബർ 3-ന്. തിരുവനന്തപുരം വെള്ളനാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം നവംബർ 3-ന് രാവിലെ 10:30 ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ. തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിന് കീഴിലുള്ള പട്ടക്കുളം വനിതാ ഫിറ്റ്നസ് സെന്ററിൽ വനിതാ ട്രെയിനറുടെ ഒഴിവ്. 18-നും 35-നും മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം. അഭിമുഖം നാളെ രാവിലെ 11-ന് പഞ്ചായത്ത് ഓഫീസിൽ. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നവംബർ 4, 5 തീയതികളിൽ കനകക്കുന്നിൽ തൊഴിൽ മേള നടത്തുന്നു. പങ്കെടുക്കാൻ സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യണം.
പട്ടികജാതി വികസന വകുപ്പും ICT അക്കാദമി ഓഫ് കേരളയുമായി ചേർന്ന് നടത്തുന്ന ആസ്പെയർ ഉന്നതിയുടെ ഭാഗമായി പട്ടികജാതി യുവാക്കൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ സൗജന്യ പരിശീലനം നൽകും. ട്യൂഷൻ ഫീസ്, ബോർഡിംഗ്, താമസം എന്നിവ സൗജന്യമാണ്. ഓൺലൈനായി അപേക്ഷ നൽകാം. അവസാന തീയതി നാളെ. തിരുവനന്തപുരം പട്ടത്തെ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ശാസ്ത്രീയ പശുപരിപാലന പരിശീലനം നടത്തുന്നു. പരിശീലനം നവംബർ 10 മുതൽ 14 വരെ. ഇടുക്കി കട്ടപ്പന കോഫി ബോർഡ് 2025-26 സീസണിലേക്കുള്ള കാപ്പി വിത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള കർഷകർക്ക് ഇന്ത്യ കോഫി ആപ്പ് മുഖേനയോ അടുത്തുള്ള എക്സ്റ്റൻഷൻ ഓഫീസ് വഴിയോ അപേക്ഷ നൽകാം. അവസാന തീയതി നവംബർ 14. നോക്കാമിനി ദേശീയ വാർത്തകൾ. പാക് അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന സൈനികാഭ്യാസം തൃശൂൽ ഇന്ന് തുടങ്ങും. 3 സേനകളും ഭാഗമാകുന്ന സൈനികാഭ്യാസം സർക്രീക്ക് മുതൽ ഥാർ മരുഭൂമി വരെ. സർക്രീക്കിനടുത്ത് പാകിസ്ഥാൻ സേനാവിന്യാസം നടത്തിയും അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചും പ്രകോപിപ്പിച്ചതോടെയാണ് സൈനികാഭ്യാസത്തിന് ഇന്ത്യയുടെ തീരുമാനം. പൗരന്മാരുടെ സംശയങ്ങളും പരാതികളും പരിഹരിക്കുന്നതിനായി ദേശീയ വോട്ടർ ഹെൽപ്പ് ലൈനുകളും 36 സംസ്ഥാന ജില്ലാതല ഹെൽപ്പ് ലൈനുകളും ആരംഭിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വേണ്ടിയുള്ള കേന്ദ്ര ഹെൽപ്പ് ലൈനായി നാഷണൽ കോൺടാക്ട് സെന്റർ പ്രവർത്തിക്കും. ടോൾ ഫ്രീ നമ്പറിലൂടെ ജനങ്ങൾക്ക് ബന്ധപ്പെടാം. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ 51 നക്സലൈറ്റുകൾ കീഴടങ്ങി. ഇതിൽ 20 പേരെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് സർക്കാർ 66 ലക്ഷം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. കീഴടങ്ങിയവരിൽ 9 പേർ സ്ത്രീകൾ. ഡൽഹിയിൽ വായു ഗുണനിലവാരം ഗുരുതരമായി തുടരുന്നു. പലയിടങ്ങളിലും വായു ഗുണനിലവാര സൂചിക 300-ന് മുകളിലാണ്. ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടന്ന സ്ഥലങ്ങളിൽ ചെറിയ മാറ്റമുണ്ടായെങ്കിലും കൃത്രിമ മഴ പെയ്യാത്തതിനാൽ നീക്കം IIT കാൺപൂർ മരവിപ്പിച്ചിരുന്നു. മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക കണ്ട് BJPയുടെ ഉറക്കം നഷ്ടപ്പെട്ടെന്ന് കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ബാഗൽ. NDA ബീഹാറിന്റെ വികസനം ആഗ്രഹിക്കുന്നില്ല എന്നും വിമർശനം. വോട്ടിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൃത്തവും ചെയ്യുമെന്ന പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി. പ്രധാനമന്ത്രിയെ വിമർശിക്കാനുള്ള യോഗ്യത രാഹുൽ ഗാന്ധിക്കില്ല എന്ന് ജിതിൻ റാം. വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി തെലങ്കാന ആന്റി കറപ്ഷൻ ബ്യൂറോ. പോലീസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞുള്ള വ്യാജ ഭീഷണികൾ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിപ്പ്. ബംഗ്ലാദേശ് ദേശീയഗാനം ആലപിച്ചതിന് അസം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. വടക്ക് കിഴക്കൻ മേഖല മുഴുവൻ അയൽരാജ്യത്തിന്റെ ഭാഗമാണെന്ന ചില ബംഗ്ലാദേശികളുടെ വാദത്തെ പ്രതിപക്ഷ പാർട്ടി അംഗീകരിക്കുന്നതിനാലാണ് ദേശീയഗാനം ആലപിച്ചതെന്നും മുഖ്യമന്ത്രി. പടക്കം പൊട്ടിക്കലും വിഗ്രഹ നിമഞ്ജനവും ഉൾപ്പെടെയുള്ള ആചാരങ്ങൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 ഉറപ്പു നൽകുന്നില്ല എന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അഭയ് ഷോക്ക. ഇവയൊന്നും മതപരമായ ആവശ്യാചാരങ്ങളല്ല, പരിസ്ഥിതിയെ നശിപ്പിക്കുന്നതാണെന്നും മതങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും ജസ്റ്റിസ് സോക്ക. പഞ്ചാബ് DIG ഹരിചരൺ സിംഗ് ബുള്ളറിനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് CBI. അനധികൃത സ്വത്ത് സമ്പാദനത്തിലാണ് കേസ്. ബുള്ളർ പിടിയിലാകുന്നത് 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ. മദ്യപിച്ച് വാഹനമോടിച്ച് 28-കാരന് മാതൃകാപരമായ ശിക്ഷ നൽകി പൂനെ മജിസ്ട്രേറ്റ് കോടതി. മദ്യപിച്ച് വാഹനമോടിക്കുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തണം. ഇതിന്റെ ഭാഗമായി 1000 ലഘുലേഖകൾ പ്രിന്റ് ചെയ്ത് പൊതുസ്ഥലങ്ങളിൽ വിതരണം ചെയ്യാനും കോടതിയുടെ ഉത്തരവ്. 2025-26 കൊയ്ത്ത് വർഷത്തിൽ കരിമ്പ് ക്വിന്റലിന് 30 രൂപ വർദ്ധിപ്പിച്ച് UP സർക്കാർ. നേരത്തെ വിളവെടുക്കുന്ന ഇനങ്ങൾക്ക് 400 രൂപയും പൊതു ഇനങ്ങൾക്ക് 390 രൂപയും നിരക്ക് നിശ്ചയിച്ചു. നീക്കത്തിലൂടെ കർഷകർക്ക് 3000 കോടി രൂപ അധികം ലഭിക്കുമെന്ന് സർക്കാർ. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. മെലീസ ചുഴലിക്കാറ്റിൽ മരണം 30ആയി. ജമൈക്കയിൽ 8 പേരും ഹെയ്ത്തിയിൽ 25 പേരും മരിച്ചു. ഹെയ്ത്തിയിൽ 18 പേരെ കാണാനില്ല. 100 കണക്കിന് വീടുകൾ തകർന്നു. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ. ഗസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. 104 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 100ഓളം പേർക്ക് പരിക്ക്. ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചെന്നാരോപിച്ചാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടത്. നാറ്റോ സഖ്യത്തിൽ നിന്ന് US സൈനികരെ പിൻവലിക്കുമെന്ന് റിപ്പോർട്ട്. യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗത്തുള്ള സൈനികരുടെ എണ്ണം കുറയ്ക്കാൻ US പദ്ധതിയിടുന്നതായി റൊമാനിയ.
വൈറ്റ് ഹൌസ് ബോൾറൂം പദ്ധതികൾ അവലോകനം ചെയ്യുന്ന ആഡ് കമ്മീഷൻ അംഗങ്ങളെ മാറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 6 അംഗങ്ങളെയും മാറ്റിയതായി വൈറ്റ് ഹൌസ്. പ്രസിഡന്റ് ട്രംപിന്റെ അമേരിക്ക ആദ്യം എന്ന നയവുമായി കൂടുതൽ യോജിക്കുന്ന പുതിയ അംഗങ്ങളെ കമ്മീഷനിൽ നിയമിക്കും. റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ ജർമ്മൻ ആസ്തികൾക്ക് പൊതു ലൈസൻസ് നൽകി US. വിവരങ്ങൾ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. മയക്കുമരുന്ന് സംഘത്തിനെതിരായ പോലീസ് നടപടിയിൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ 132 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ടെന്ന് റിപ്പോർട്ടുകൾ. LGBT പ്രചാരണം നിരോധിക്കാൻ കസാക്കിസ്ഥാൻ നിയമനിർമ്മാണത്തിന് പ്രാഥമിക അനുമതി നൽകി. കുറ്റവാളികൾക്ക് തടവ് ശിക്ഷ ഉൾപ്പെടെ പരിഗണനയിൽ. കിഴക്കൻ നഗരമായ പെക്രോവിസ്കിനായി പൊരുതി യുക്രൈൻ. യുക്രൈന്റെ പ്രതിരോധം റഷ്യൻ പദ്ധതികളെ പരാജയപ്പെടുത്തിയെന്ന് പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കി. ലിത്വാനിയ ബെലാറസ് അതിർത്തി നവംബർ 30 വരെ അടച്ചിടുമെന്ന് ലിത്വാനിയ. നടപടി കള്ളക്കടത്തുകാരുടെ ബലൂണുകൾ വ്യോമാതിർത്തി തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന്. ലിത്വാനിയയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ നടപടി കർശനമാക്കുമെന്ന് മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധങ്ങളെ തുടർന്ന് ടാൻസാനിയയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. പ്രധാന പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കിയതിനെ തുടർന്നാണ് പ്രതിഷേധം. കുവൈത്തിൽ മയക്കുമരുന്ന് വിതരണക്കാർക്കും കച്ചവടക്കാർക്കും ഇടനിലക്കാർക്കും വധശിക്ഷ നൽകുന്ന പുതിയ നിയമത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ചെറിയ കേസുകളിൽ വൻപിഴയും ദീർഘകാല ജയിൽ ശിക്ഷയും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ജുഡീഷ്യൽ സമിതി തയ്യാറാക്കിയ പുതിയ കരട് നിയമത്തിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. റഷ്യൻ കമ്പനിയായ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി ചേർന്ന് യാത്രാ വിമാനം നിർമ്മിക്കാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് SJ100 എന്ന വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കും. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് അവരുടെ അന്താരാഷ്ട്ര മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ UPI പേയ്മെന്റുകൾ നടത്താം. പ്രാദേശിക ഇന്ത്യൻ സിം കാർഡ് ഇല്ലാതെ തന്നെ NRI അല്ലെങ്കിൽ NRO ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഇനി പേയ്മെന്റ് നടത്താൻ കഴിയും. വാട്സാപ്പിലൂടെയാണ് പുതിയ സേവനം ലഭ്യമാകുക. ചാറ്റ്ബോട്ട് പ്ലാറ്റ്ഫോമായ ക്യാരക്ടർ AI ഇനി കൗമാരക്കാർക്ക് പരിമിതമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് മാതൃകമ്പനിയായ ക്യാരക്ടർ ടെക്നോളജീസ്. കൗമാരക്കാർക്കിടയിലെ ആത്മഹത്യയിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളിലും മാപ്പിന് പങ്കുണ്ടെന്നാരോപിച്ച് നിരവധി കേസുകൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി. നവംബർ 25 മാറ്റം വരുത്തുമെന്ന് കമ്പനി. LICയുടെ കൂടുതൽ ഓഹരികൾ സർക്കാർ വിറ്റഴിച്ചേക്കും. ഈ വർഷം അവസാനത്തോടെ 13,200 കോടി രൂപ മൂല്യമുള്ള ഓഹരികൾ കൈമാറ്റം ചെയ്യാനാണ് കേന്ദ്രത്തിന്റെ പദ്ധതി. സെബിയുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് പൊതുജനങ്ങളുടെ കൈവശമുള്ള ഓഹരി വിഹിതം 10% ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് നീക്കം. അടിസ്ഥാന പലിശ നിരക്കിൽ 0.5% കുറവ് വരുത്തി ബാങ്ക് ഓഫ് കാനഡ. നിരക്ക് 2.25% കുറച്ചു. നടപടി US താരിഫുകൾ മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ നേരിടാൻ. വിക്കിപീഡിയയ്ക്ക് പകരം ഗ്രോക്കിപീഡിയ പുറത്തിറക്കി ഇലോൺ മസ്ക്. ഇതുവരെ 8 ലക്ഷത്തിലധികം വിവരങ്ങൾ ഉൾപ്പെടുത്തിയെന്ന് മസ്ക്. ദൈനംദിന ജീവിതത്തിൽ AI സാധ്യത തുറക്കാൻ എൻവിഡിയ. സെൽഫോൺ ടവറുകൾ മുതൽ റോബോട്ടിക് ഫാക്ടറികൾ, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വരെ ടെക് ആയുധ മത്സരത്തിൽ എൻവിഡിയയുടെ പങ്കുറപ്പിക്കുമെന്ന് CEO ജെൻസൺ ഹുവാങ്. നോക്കാം കായിക വാർത്തകൾ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് 2025 പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡ് FC ആണ് എതിരാളികൾ. മത്സരം ബാംപോളിമിലെ GMC അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4:30. ദക്ഷിണാഫ്രിക്ക വനിതാ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തകർത്തത് 125 റൺസിന്. ക്യാപ്റ്റൻ ലോറ വോൾബാർഡിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെയും മരിസാന കാപ്പിന്റെ മികച്ച പ്രകടനത്തിലൂടെയുമാണ് ദക്ഷിണാഫ്രിക്കയുടെ കൂറ്റൻ ജയം. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പര വെസ്റ്റ് ഇൻഡീസിന്. ചിറ്റോഗ്രാമിൽ നടന്ന രണ്ടാം 2020 മത്സരത്തിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത് 14 റൺസിന്. വിൻഡീസ് നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസാണ് നേടിയത്. വനിതാ അണ്ടർ 19 2020 ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് തോൽവി. മഹാരാഷ്ട്രയുടെ വിജയം 8 വിക്കറ്റിന്. ആദ്യം ബാറ്റ് ചെയ്ത കേരളത്തിന് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 111 റൺസ് എടുക്കാൻ മാത്രമാണ് കഴിഞ്ഞത്.
ബാഴ്സലോണ താരം പെഡ്രിക്ക് പരിക്കുമൂലം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം റയൽ മാഡ്രിഡിനെതിരെ നടന്ന എൽ ക്ലാസിക്കോ മത്സരത്തിനിടയിലാണ് താരത്തിന് പരിക്കേറ്റത്. ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന മത്സരങ്ങൾ താരത്തിന് തടസ്സമാകും. അത്ലറ്റ്സ് അൺലിമിറ്റഡ് വനിതാ സ്പോർട്സ് ലീഗുകൾ സംപ്രേഷണം ചെയ്യാൻ കരാർ ഏറ്റെടുത്ത് ESPN. 3 വർഷത്തെ കരാറാണ് ഏറ്റെടുത്തത്. സോഫ്റ്റ് ബോൾ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ ലീഗുകളുടെ ഔദ്യോഗിക പ്രക്ഷേപണ പങ്കാളിയായി. സൂപ്പർ ലീഗിനെതിരായി യുവേഫ, RFEF, ലാലിഗ എന്നീ ക്ലബ്ബുകൾ നൽകിയ അപ്പീലുകൾ തള്ളി മാഡ്രിഡ് റീജിയണൽ കോടതി. യുവേഫയിൽ നിന്ന് നഷ്ടപരിഹാരം തേടി റയൽ മാഡ്രിഡ്. സൂപ്പർ ലീഗ് തകരുന്നതിന് മുമ്പ് പിന്തുണച്ച 12 ക്ലബ്ബുകളിൽ ഒന്നാണ് റയൽ. ബാഴ്സലോണയ്ക്കെതിരായ എൽ ക്ലാസിക്കോ മത്സരത്തിലെ പ്രതികരണത്തിൽ ഔദ്യോഗികമായി മാപ്പ് പറഞ്ഞ റയൽ മാഡ്രിഡ് താരം വിനീഷ്യസ് ജൂനിയർ. മാഡ്രിഡിസ്റ്റുകളോടും സഹതാരങ്ങളോടും ക്ലബിനോടും പ്രസിഡന്റിനോടും ക്ഷമ ചോദിക്കുന്നുവെന്ന് താരം പ്രസ്താവനയിലൂടെ അറിയിച്ചു. നോക്കാമിനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം DS ഇറെ നാളെ തിയേറ്ററുകളിലേക്ക്. രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ രചിച്ചിരിക്കുന്ന ഹൊറർ ത്രില്ലർ ചിത്രമാണ് പുറത്തിറങ്ങുന്നത്. നിർമ്മാണം ചക്രവർത്തി രാമചന്ദ്രയും S ശശികാന്തും ചേർന്ന്. 2 ഭാഗങ്ങളായി പുറത്തിറങ്ങിയ ബാഹുബലി സീരീസ് ഒറ്റ സിനിമയായി 4K മികവിൽ നാളെ വീണ്ടും തിയേറ്ററുകളിലെത്തും. ആദ്യ പകുതി 1 മണിക്കൂർ 42 മിനിറ്റും രണ്ടാം പകുതി 2 മണിക്കൂർ 8 മിനിറ്റുമാണ്. മോഹൻലാലിനെ നായകനാക്കി തെലുങ്കിലും മലയാളത്തിലുമായി ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയുടെ റിലീസ് വീണ്ടും മാറ്റി. നവംബർ 6 റിലീസ് മാറ്റിയത്. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാകാത്തതാണ് കാരണം. ദേശാടന പക്ഷികൾ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ റോയിൻപോ ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ഓ പ്രേമ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിലമ്പൂരിൽ പുരോഗമിക്കുന്നു. ഡോക്ടർ സതീഷ് ബാബു കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രബീഷ്, കലാഭവൻ നാരായൺകുട്ടി എന്നിവരാണ് നായക വേഷത്തിലെത്തുന്നത്. ഹിജാബ് ധരിക്കുന്നത് നിർബന്ധിതമല്ലെന്ന് ഇറാൻ നിയമം പാസാക്കിയതിന് പിന്നാലെ ആഘോഷം നടത്തുന്നവർ എന്ന രീതിയിൽ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. വലിയ ജനക്കൂട്ടത്തിന് നടുവിലായി കത്തുന്ന തീയിലേക്ക് ഷോളുകൾ വലിച്ചെറിയുന്ന സ്ത്രീകളെ ദൃശ്യത്തിൽ കാണാം. കേരളത്തിൽ അടുത്തിടെയുണ്ടായ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെടുത്തിയും ഈ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ 2022 ഇറാനിൽ നടന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. കലൂർ സ്റ്റേഡിയം വിവാദത്തിൽ മൗനം തുടർന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ. സ്പോൺസറുമായുള്ള കരാറിന്റെ വ്യവസ്ഥകൾ വ്യക്തമാക്കാൻ ഇനിയും തയ്യാറായില്ല. സ്പോൺസറിനല്ല, സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് സ്റ്റേഡിയം നൽകിയതെന്ന നിലപാടിൽ GCDA. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. മുരാരി ബാബുവുമായി വൈകാതെ തെളിവെടുപ്പ് നടത്തും. തട്ടിപ്പിനെക്കുറിച്ച് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായി സൂചന. പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് വടകര ഡിവൈഎസ്പി R ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച്. കോഴിക്കോട് നടുവണ്ണൂരിലെ വീട്ടിലേക്ക് രാവിലെ 11 മണിക്കാണ് മാർച്ച് നടത്തുക. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്യും. വെടിനിർത്തൽ കരാർ പുനരാരംഭിച്ചതായി പ്രഖ്യാപിച്ചതിനു ശേഷവും വടക്കൻ ഗസയിൽ ഇസ്രയേലിന്റെ ആക്രമണം. 2 പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗസയിലെ ബെയ്ത്ത് ലാഹിയയിലാണ് ആക്രമണം ഉണ്ടായത്. അടിസ്ഥാന നിരക്ക് 0.25% കുറച്ച് US ഫെഡറൽ റിസർവ്. നിരക്ക് 3.25 മുതൽ 4 വരെ ശതമാനമായി കുറഞ്ഞു. ഫെഡ് ചെയർമാൻ ജെറോം പവൽ നിരക്കിളവ് നൽകുന്നത് ഈ വർഷം 2ാം തവണ. നോക്കാമിനി ഇപ്പോൾ കിട്ടിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന്. വ്യാപാര കരാറിൽ ധാരണയുണ്ടാകുമെന്ന് സൂചന. കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി അമേരിക്കയിൽ നിന്ന് സോയാബീൻ വാങ്ങിയതായി റിപ്പോർട്ടുകൾ. മ്യാൻമർ സൈന്യം സൈബർ ക്രൈം കോമ്പൗണ്ടിൽ നടത്തിയ റെയ്ഡിനെ തുടർന്ന് തായ്ലൻഡിലേക്ക് പലായനം ചെയ്ത 1500 വിദേശ പൗരന്മാരിൽ 500ഓളം ഇന്ത്യക്കാരെന്ന് റിപ്പോർട്ടുകൾ. അതിർത്തി കടന്നതിന് തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് തായ്ലൻഡ് പ്രധാനമന്ത്രി. തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരുടെ വിവരങ്ങളുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ.
PM ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിട്ടതിൽ ഉദ്യോഗസ്ഥരെ പരോക്ഷമായി വിമർശിച്ച് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K. പ്രകാശ് ബാബു. കേന്ദ്ര അനുകൂലികളായ ഉദ്യോഗസ്ഥർ തന്ത്രപരമായ വാദഗതിയിലൂടെ പല സംസ്ഥാനങ്ങളിലും പദ്ധതി നടപ്പാക്കിയെന്ന് വിമർശനം. CPI മുഖപത്രമായ ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.